ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ഏകരക്ഷകൻ എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കറിയാം, ലോകത്ത് എത്രയോ മതങ്ങളുണ്ട്. ഈ മതങ്ങളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ യേശുവാണ് ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് യേശു ഏകരക്ഷകനാകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, കടമയുണ്ട്. അതിനെപ്പറ്റിയാണ് ഏതാനും നിമിഷം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ലോക ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ചരിത്ര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത, മറ്റൊരു ദൈവങ്ങൾക്കും ഒരടിസ്ഥാനമില്ലാത്ത ഒരു വലിയ അവസ്ഥയാണ് ചരിത്ര പുരുഷൻ എന്നുള്ളത്. നമ്മൾ യേശുവിനെ പറ്റി പഠിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വിശുദ്ധ വചനം വായിക്കുമ്പോൾ യേശു ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്, അത് സാധിക്കുന്നതാണ്. ഞാനിവിടെ ഏതാനും കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോയപ്പോൾ അവനെ വീണ്ടെടുക്കുവാനായിട്ട് ഒരു രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരുമെന്ന് പിതാവായ ദൈവം ഉൽപ്പത്തിയിൽ തന്നെ പറയുന്നുണ്ട്. ഉൽപ്പത്തി 3:15 പിതാവ് സർപ്പത്തോട് പറയുന്നു, നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പിന്നീട് പ്രവചനങ്ങളില്, സങ്കീർത്തനങ്ങളില് എല്ലാം യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെയും രണ്ടാമത്തെ ആഗമനത്തെയും എല്ലാം സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ കാണുന്നു. യേശയ്യയാണ് യേശുവിൻ്റെ ജനനത്തെ പറ്റി പ്രവചിക്കുക. 7-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചപ്പോൾ ആ പ്രവചനം പൂർത്തിയായി. മിക്ക പ്രവചിക്കുന്നുണ്ട് യേശു എവിടെയാണ് ജനിക്കുന്നത്. മിക്ക 5:2 ബെത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. യേശു ക്രിസ്തു യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഈ വചനം കൊട്ടിയത് പറയുന്നതായിട്ട് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തുവിനെ കൂടാതെ യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈശോയുടെ പീഡാസഹനത്തെ പറ്റി യേശയ്യ പ്രവചിക്കുന്നുണ്ട്. യേശയ്യ 50-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനം, ദൈവമായ കർത്താവിന്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവിനെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി. നമ്മൾ നമ്മുടെ ദേവാലയങ്ങളിൽ ക്രൂശിത രൂപം കാണാറുണ്ടല്ലോ. ഈ ക്രൂശിത രൂപത്തെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ 8, 10, 11 മുറിവുകൾ മാത്രം കാണും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതല്ല ഈശോയുടെ പീഡനമേറ്റ, മാരകമായ അടിയേറ്റ ഈശോയുടെ ശരീരം അതായിരുന്നില്ല. യേശയ്യ പറയുന്നുണ്ട് 52:14, അവനെ കണ്ടവർ അമ്പരന്ന് പോയി, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു, അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല. സങ്കീർത്തകൻ യേശുക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം രേഖപ്പെടുത്തി. സങ്കീർത്തനം 129:3, ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു,
അവർ നീളത്തിൽ ഉഴവുചാലുകൾ കീറി. ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു, കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉത്ഥാനം ചെയ്തു, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. യേശുവിന്റെ പ്രിയ ശിഷ്യന്മാരായ പത്രോസ്, യോഹന്നാൻ മുതലായ എല്ലാവരും ആദ്യ നൂറ്റാണ്ടുകളിൽ പ്രഘോഷിച്ചത് യേശുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള തിരുവചനം നോക്കുമ്പോൾ ശിഷ്യന്മാര് ദേവാലയത്തിന്റെ സുന്ദര കവാടത്തിലിരുന്ന ഒരു മുടന്തന് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകുന്നതായിട്ട് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ സൗഖ്യം കണ്ടിട്ട് യഹൂദര് പറയുകയാണ്, എന്ത് അധികാരത്താലാണ് അല്ലെങ്കിൽ ആരുടെ നാമത്താലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ് പത്രോസ്ലീഹ പറയുന്നു. അതാണ് 4-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനം. നിങ്ങളും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്ത നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ സുഖം പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മനുഷ്യ രക്ഷയ്ക്കായിട്ട് ദൈവം നൽകിയ ഏക നാമമാണ് യേശു എന്ന നാമം. മറ്റു മതസ്ഥർക്ക് യേശുവിനെ ആവശ്യമുണ്ടോ? മറ്റു മതസ്ഥർക്ക് യേശുവിനെ ആവശ്യമുണ്ട്. കാരണം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം രക്തം ചിന്തണം, നീതിമാൻ രക്തം ചിന്തണം. അങ്ങനെ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പാവങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും പകരം മരിച്ച് ഉത്ഥാനം ചെയ്ത് എല്ലാവരെയും രക്ഷിച്ചു. അതുകൊണ്ട് എല്ലാ മതസ്ഥർക്കും, നാനാജാതി മതസ്ഥർക്കും യേശുക്രിസ്തുവിനെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു രണ്ടാമത് വരും. പ്രവചനങ്ങൾ അനേകമുണ്ട്. നമ്മളിപ്പോൾ കാത്തിരിക്കുന്നതും യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ലോകത്തെ വിശുദ്ധീകരിക്കണമേ. എല്ലാ മനുഷ്യരും, ഈ ലോകത്തുള്ള നാനാജാതി മതസ്ഥരായ സകലരും യേശുവാണ് ഏകരക്ഷകൻ എന്ന് അറിയുന്നതിനും അങ്ങനെ യേശുവിനെ ഏറ്റുപറഞ്ഞ് നിത്യതയിൽ എത്തുന്നതിനാവശ്യമായ എല്ലാ കൃപയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിശ്വസിയായിരിക്കും.